രോഗത്താൽ തളർന്നിരിക്കുന്ന ഇയ്യോബിന്റെ ദുഃഖത്തോട് ചേരുവാൻ, അവനെ ആശ്വസിപ്പിക്കാൻ, അവനോട് സഹതപിക്കുക എന്നതാണ് ഈ മൂന്ന് സുഹൃത്തുക്കളുടെയും ആഗമനോദ്ദേശം. അവർ ദേശത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും വന്നു ചേർന്ന് ഇയ്യോബിന്റെ അവസ്ഥയെ കണ്ടിട്ട്, ഇയ്യോബിന്റെ അവസ്ഥയെ നാം ഒന്ന് ഓർക്കേണ്ടതാണ്. ശരീരം മുഴുവൻ പരുക്കൾ നിറഞ്ഞ്, ആ പരുക്കളിൽ നിന്നും പുഴുക്കൾ വന്ന, ശരീരം മുഴുവൻ പഴുപ്പിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഈ ഇയ്യോബിന്റെ അവസ്ഥയെ കണ്ട് ഈ മൂന്ന് സുഹൃത്തുക്കൾക്കും 7 രാപ്പകൽ ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇയ്യോബിനോട് കൂടെ നിലത്തിരുന്ന് സഹതപിക്കുന്നവർ. ഇതുവരെ എല്ലാം നല്ലതാണ്. പക്ഷേ അവർ സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ സാഹചര്യം മാറുകയാണ്. ഇയ്യോബിന്റെ ദുഃഖത്തോട് പങ്കുചേരുക എന്നതാണ് ഇവർ ആഗ്രഹിച്ചത് എങ്കിൽ, ഇവർ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ ഇവരുടെ വാക്കുകൾ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ പരുക്കൾ നിറഞ്ഞപ്പോഴും പുഴുക്കൾ നിറഞ്ഞപ്പോഴും ഇയ്യോബ് അനുഭവിച്ചതിനേക്കാൾ അതീവ വേദനയാണ് ഈ മൂന്ന് സുഹൃത്തുക്കളുടെ വാക്കുകളും ഇയ്യോബിന് സമ്മാനിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 18-ാം വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുക: വരുവിൻ, നാം അവനെ നാവ് കൊണ്ട് കൊന്നു കളക. ജീവനും മരണവും നമ്മുടെ നാവിന്മേലിരിക്കുമ്പോൾ നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നുവോ അതോ മറ്റുള്ളവരെ കൊന്നുകളയുന്നുവോ? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുവോ അതോ അവരുടെ ജീവിതത്തിലേക്ക് തീയിടുന്നുവോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 4-ാം വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുക: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് ജീവൻ സംസാരിക്കാൻ വേണ്ടിയാണ്. തളർന്നിരിക്കുന്നവനെ ആത്മാവിനെ നിറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവനെ ശക്തിപ്പെടുത്താൻ ഇന്ന് ദൈവനാമത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാമല്ലോ. എൻ്റെ വാക്കിനെ ഞാൻ ഒന്ന് നിയന്ത്രിക്കും, എൻ്റെ ചിന്തയെ ഞാൻ നിയന്ത്രിക്കും. എൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ തളർത്തിക്കളയുവാനല്ല, മറ്റുള്ളവരെ പണിതെടുക്കാനായിരിക്കും. മറ്റുള്ളവരെ മുറിപ്പെടുത്താനല്ല, മറ്റുള്ളവർക്കൊരു ജീവൻ നൽകുവാനായിരിക്കും.